പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം ഇബ്നു ഖുസൈമ ഉദ്ധരിച്ച ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അജിബ റബ്ബുന തബാറക വ തആല അനിർ റജുലൈനി. രണ്ട് ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു അത്ഭുതപ്പെട്ടു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഒരാള് രക്തസാക്ഷിയായ ഒരു മനുഷ്യനാണ്. രണ്ടാമത്തെ ആള് റജുലുൻ ഫീ ലൈലത്തിൻ ബാരിദത്തിൻ, നല്ല തണുപ്പുള്ള രാത്രിയിൽ ആ മനുഷ്യൻ തൻ്റെ പുതപ്പിൽ നിന്നും വിരിപ്പിൽ നിന്നും എഴുന്നേറ്റ് വുളൂ ചെയ്ത് രാത്രി നമസ്കാരം നിർവഹിച്ച് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ കാര്യത്തിലാണ് അള്ളാഹു അത്ഭുതപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ഈ തണുപ്പ് രാത്രിയിലും അതൊന്നും വകവയ്ക്കാതെ അതെല്ലാം മാറ്റി നിർത്തി വുളൂ ചെയ്ത് നമസ്കരിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു മലക്കുകൾ ചോദിച്ചു, മാ ഹമല അബ്ദി അലാ മാ സ്വനഅ, നിങ്ങൾക്കറിയുമോ എന്താണ് എൻ്റെ ഈ അടിമ ഇങ്ങനെ ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? അത് അള്ളാഹ്ക്കറിയാലോ. പക്ഷെ അള്ളാഹ് മലക്കുകളെ കൊണ്ട് അത് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, അള്ളാഹുവേ, ഞങ്ങൾ മനസ്സിലാക്കുന്നത് റജാഅം മിൻ ഇൻദിക വ ശഫഖത മിമ്മ ഇൻദിക, ഒന്നുകിൽ നിന്നിലുള്ള അമിതമായ പ്രതീക്ഷ, അല്ലെങ്കിൽ നിന്നിൽ നിന്നുള്ള എന്തോ കാര്യത്തെക്കുറിച്ചുള്ള അയാളുടെ പ്രതീക്ഷയാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അതെ, അയാൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്നിലാണ് അയാളുടെ പ്രതീക്ഷയും. അതുകൊണ്ട് ഇന്നി അഅതൈതുഹു മാ റജ വ അമ്മൻതുഹു മാ ഖാഫ, അയാൾ എന്താണോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ അയാൾക്ക് കൊടുത്തിരിക്കുന്നു. എന്താണോ എന്നെ കുറിച്ച് അയാൾക്ക് ഭയമുള്ളത് ആ ഭയത്തിൽ നിന്ന് ഞാൻ അയാൾക്ക് നിർഭയത്വം നൽകിയിരിക്കുന്നു എന്നാണ്. നോക്കൂ, ഒരു ആളെ കുറിച്ച് അള്ളാഹു അത്ഭുതപ്പെടുകയാണ്. എങ്ങനെ അത്ഭുതം? ഇതൊരു മനുഷ്യനെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് അത്ഭുതപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വയ്ക്കുന്ന പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് ആ മനുഷ്യൻ. രാത്രി എഴുന്നേറ്റിരുന്ന് കൊടും തണുപ്പത്ത് അതൊന്നും വകവയ്ക്കാതെ പുതപ്പുകളൊക്കെ മാറ്റി ഒന്നും ചെയ്ത് നിസ്കരിച്ചിട്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ഈമാനും അയാളുടെ മനസ്സിലെ ഭയപ്പാടും മനസ്സിലെ പ്രതീക്ഷയ്ക്ക് എത്താൻ അള്ളാഹു അത് മലക്കുകളെ കൂടി ബോധ്യപ്പെടുത്തിയിട്ട് പറയാണ്, എന്താണോ അവൻ എന്നെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത് ഞാൻ അവന് നൽകിയിരിക്കുന്നു എന്ന. എന്താണ് അവൻ എന്നെ കുറിച്ചുള്ള ഭയം, ഞാൻ ആ ഭയത്തിൽ നിന്ന് അവന് നിർഭയത്വം നൽകിയിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിലുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, ഇത് രണ്ടും മനസ്സിലുള്ള ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയും അയാൾ അതിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയുമാണ് അള്ളാഹു ഇതിൽ പരിചയപ്പെടുത്തുകയും അള്ളാഹു അത്ഭുതപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ നമ്മെക്കുറിച്ചും അള്ളാഹു അത്ഭുതപ്പെടുന്ന ഒരു ലിസ്റ്റിലേക്ക് കയറിപ്പറ്റാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിജയം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.